ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 26-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം വായിച്ചുകൊണ്ട് ഒരു പ്രഭാത വചന ധ്യാനം നമുക്ക് ആരംഭിക്കാം. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ദൈവഭക്തനായ ദാവീദ് ഒരു സെൽഫ് എക്സാമിൻ ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി താൻ ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? നമ്മുടെ വീട്ടിൽ സ്കാനിങ് മെഷീൻ ഇല്ല, അത് പ്രായോഗികവുമല്ല. നമ്മുടെ വീട്ടിൽ എക്സ്റേ മിഷനോ അതിനുള്ള മുറിയോ സ്റ്റാഫോ ഇല്ല. അൾട്രാസൗണ്ട്, MRI, CT ഇതൊക്കെ ഒത്തിരി വില കൂടിയ സംവിധാനങ്ങളാണ്. അതിന് കറക്റ്റായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ ആവശ്യമുണ്ട്. വിശാലമായ മുറിയും സൗകര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം വന്നിട്ടുള്ള കാലമായതുകൊണ്ട് നമ്മൾ വർഷാവർഷമോ വർഷത്തിൽ 2 പ്രാവശ്യമോ ഒരു ഡോക്ടറുടെ കുറിപ്പോട് കൂടെ ഒരു സ്കാനിങ് സെൻ്ററിൽ, ഒരു DDRCയിൽ പോകുന്നു അല്ലേ? എന്തിനാണ്? എനിക്ക് എൻ്റെ അവസ്ഥയൊന്ന് അറിയണം. ഞാനും ചെയ്യാറുണ്ട്. 3 മാസത്തിലൊരു. ചിലപ്പോൾ അങ്ങനെ പറ്റുന്നില്ല, തെറ്റിപ്പോകാറുണ്ടെങ്കിലും. എന്തിനാണ്? എല്ലാവരും പറയുന്നു ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അത്ര പ്രാധാന്യം കൊടുക്കാറില്ലെങ്കിലും കൃത്യമായിട്ട് ചെയ്യണമെന്നാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ പറയുന്നത്. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 50% രോഗത്തെ മുന്നമേ അറിയാൻ പറ്റും. എന്നാൽ എത്ര പരിശോധിച്ചിട്ടും മുന്നമേ അറിയാതെ കൈവിട്ടുപോയ കേസുകൾ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ദൈവസന്നിധിയിലും അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തനെ ഇതാ നാം കാണുകയാണ്. ഇതാണ് ഈ ദാവീദിൻ്റെ നന്മ. ദാവീദ് എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും കുറവുകളുള്ള വീക്ക്നെസ് ഉള്ള മനുഷ്യനാണ്. അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ അദ്ദേഹത്തിന് വീക്ക്നെസ് ഉണ്ട്. പക്ഷേ ഈ വീക്ക്നെസ്സിന് ശിക്ഷയുമുണ്ട്. വീക്ക്നെസ് അറിഞ്ഞിട്ട് അതിനെ നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടും. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്, എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ടെന്നും പറഞ്ഞ് അതിൽ രസിക്കുകയല്ല, അതിനെ തിരുത്തുകയാണ് വേണ്ടത്. ദാവീദിന് അങ്ങനെയൊക്കെ കുറവുകൾ ഉള്ളപ്പോഴും ഒരു മികച്ച നന്മയുണ്ട്. ആ നന്മ ഇതാണ്: അദ്ദേഹം തന്നെത്താൻ ശോധന ചെയ്യുന്നയാളാണ്. തനിക്ക് എത്ര നോക്കിയിട്ടും തന്നെ കാണാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് എന്നെ കാണാൻ പറ്റുമോ? ഇല്ല. എൻ്റെ പുറം കാണാൻ പറ്റുകയില്ല, അകവും കാണാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നെ കാണാൻ എന്നെ സഹായിക്കണമെന്ന് സർവശക്തനോട് ആവശ്യപ്പെടുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. പിതാവേ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ, ഞങ്ങളുടെ
നിലയറിഞ്ഞ് തിരുത്തി ശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ അങ്ങയെ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ആമേൻ. God bless you.